ഞാൻ ഏറ്റവും അടുത്ത് നിന്നെ അറിഞ്ഞിരിക്കുന്നു. मैंने तुझे अपने आप से जाना है. ഹല്ലേലൂയ. हालेलुया. പലരും പറയുന്നത് എന്നെ കർത്താവിന് അറിയാമോ ഇല്ലയോ എന്നാണ് ഇരിക്കുന്നത്. कई लोग पूछते हैं कि प्रभु मुझे सच में जानता है. ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്ന ഒരാള് കർത്താവിന്. प्रभु के अलावा आपको मुझे अच्छे से नहीं जानता. അതുകൊണ്ട് ഒരു കള്ളപ്പരിപാടി നടക്കത്തില്ല കേട്ടോ. इसलिए कोई झूठ नहीं चलने वाला. ദൈവത്തിന് നിന്നെ നല്ലതായിട്ട് അറിയാം. प्रभु तुझे अच्छे से जानता है. വെളിയിൽ പറയുന്ന കാര്യമല്ല, ഹൃദയത്തിനകത്തുള്ള കാര്യം ദൈവത്തിന് അറിയാം. വലിയൊരു ശബ്ദമാണ്. बहुत बड़ा शब्द है. നീ ഒരു കാര്യം ഇത് ചോദിച്ചെങ്കിൽ ദൈവം നിനക്ക് 3 കാര്യം തരാം. अगर एक पूछेगा तो प्रभु तुझे 3 देगा. ഒറ്റ കാര്യമേ നീ ഇന്ന് പറയാനോട് വന്നിട്ടുള്ളൂ, പക്ഷെ നിനക്ക് ദൈവം 3 കാര്യം ചെയ്യാൻ പോകുന്നു. बस एक चीज आपको बोलेगा, लेकिन प्रभु तुझे बहुत कुछ 3 चीजें देगा. ആ ദൈവമാണ് നമ്മുടെ ദൈവം. वो प्रभु है हमारा प्रभु. എന്നോ സ്നേഹമുള്ള ദൈവമാണ് ഈ ദൈവം. कितना प्यार करने वाला प्रभु है. നീ ഒരു കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് 3 കാര്യം തരുന്നു ദൈവം. तू बस एक पूछे और वो तुझे 3 देगा. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് സഭ പറയുവാണ്. तो परिशुद्धात्मा कलीसिया से ये कहता है. ആമേൻ. സഭയുടെ പരിശുദ്ധാത്മ പറയുവാണ്. कलीसिया से परिशुद्धात्मा ये कहता है. നിന്റെ മേൽ വരാൻ പോകുന്നത് അസാധാരണ കാര്യങ്ങളാണ്. जो तेरे ऊपर आने वाला है, जो अब आएगा, वो कुछ ऐसे वैसे चीज नहीं, वो साधारण. അതുകൊണ്ട് നീ വാ തുറന്ന് ചോദിച്ചോ. इसलिए अपना मुंह खोल के पूछ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടല്ല ചോദിക്കട്ടെ, यहाँ से निकल कर नहीं, ഇവിടെ നിന്ന് ചോദിക്കണം. इसके अंदर बैठ कर पूछ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പ്രാർത്ഥന വിഷയമായിട്ടൊരു കാര്യം കൊണ്ട് വരല്ലേ. यहाँ से जाने के बाद मुझे ये प्रार्थना करने मत पूछना. ഈ സാന്നിധ്യത്തിൽ പറഞ്ഞോ, इस उपस्थिति में बोल. കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. कैसे मैं तेरी महिमा गाऊं, शब्द भी कम पड़ जाए, लिखने